പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ബ്രോൺ ബ്രേക്കറിന് ഡബ്ല്യു നെക്സ്റ്റ് കൊടുക്കാൻ പോകുന്ന പുഷിനെ സംബന്ധിച്ചാണ്. രണ്ടാമത്തേത് വിൻസ് മിക്മാനെ ഇനി ഡബ്ല്യുയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോലും കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ പുറത്തേക്ക് വരുന്ന വാർത്തയെ സംബന്ധിച്ചാണ്. മൂന്നാമത്തേത് UFC ഒരു ഫൈറ്റേഴ്സിൻ്റെ പ്രസൻസ് ഡബ്ല്യുയുടെ ഷോയിൽ ഉണ്ടാകാനും അതിനെ തുടർന്ന് UFC വേഴ്സസ് ഡബ്ല്യു തമ്മിലുള്ള ഒരു മത്സരം വരാനും സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ വരുന്ന വാർത്തകളെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ബ്രോൺ ബ്രേക്കർ എന്ന യുവ താരത്തെ സംബന്ധിച്ചാണ്. ബ്രോൺ ബ്രേക്കർ നിലവിൽ റോ ബ്രാൻഡിലെ സൂപ്പർ സ്റ്റാർ ആണ്. നിലവിൽ ബ്രോൺ ബ്രേക്കർ റിക്കോഷെ, ഇല്യ ഡ്രാഗനോവ് തുടങ്ങിയവർക്കെതിരെയാണ് റോ വീക്ക്ലി എപ്പിസോഡിൽ സ്റ്റോറി ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു യുവ താരത്തിന് കിട്ടാവുന്ന എല്ലാ വിധത്തിലുമുള്ള ഒരു മീഡിയ അറ്റൻഷൻ ഇതിനോടകം തന്നെ ബ്രോൺ ബ്രേക്കർ സ്വന്തമാക്കിയിട്ടുണ്ട്. ബ്രോൺ ബ്രേക്കറിന് ഒരു വില്ലൻ ക്യാരക്ടറാണ് നിലവിൽ കൊടുത്തിട്ടുള്ളത്. ബ്രോൺ ബ്രേക്കർ NXT കോളപ്പിൽ നിന്നും കഴിഞ്ഞ വർഷത്തോട് കൂടിയിട്ടൊക്കെയാണ് മെയിൻ റോസ്റ്ററിലേക്ക് വരുന്നതിൻ്റെ സൂചനകൾ നൽകിയത്. ഈ ഒരു വർഷം ബ്രോൺ ബ്രേക്കർ പൂർണ്ണമായും മെയിൻ റോസ്റ്ററിൻ്റെ ഒരു ഭാഗമായി മാറുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബ്രോൺ ബ്രേക്കർ വന്ന ഉടനെ തന്നെ ഡബ്ല്യുയുടെ അതോറിറ്റി, അതായത് റോയുടെ ജനറൽ മാനേജറായ ആദം പിയേഴ്സിനെതിരെയുള്ള വലിയൊരു വെല്ലുവിളിയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ലൈൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് ബ്രോൺ ബ്രേക്കറിൻ്റെ സ്റ്റോറി ലൈനിലൂടെ താരത്തിന് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രോൺ ബ്രേക്കറിന് കൊടുത്ത ക്യാരക്ടർ അദ്ദേഹം കൃത്യമായി ചെയ്യുന്നുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച നിലവാരത്തിൽ ബ്രോൺ ബ്രേക്കർ ആ ക്യാരക്ടർ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഡബ്ല്യുയുടെ ഹയർ ഒഫീഷ്യൽസിന് ബ്രോൺ ബ്രേക്കറിനെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രീമിംഗ് സൈറ്റിലേക്ക് അടുത്ത വർഷത്തോടു കൂടി റോ മാറുമ്പോൾ ഡബ്ല്യുയിൽ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു യുവതാരം അത് ബ്രോൺ ബ്രേക്കർ ആയിരിക്കുമെന്നും നെക്സ്റ്റ് ബിഗ് തിങ്, അതായത് നെക്സ്റ്റ് ബ്രോക്ക് ലെസ്നർ, നെക്സ്റ്റ് ഗോൾഡ്ബർഗ്, അങ്ങനെയുള്ള ഒരു പുഷായിരിക്കും ബ്രോൺ ബ്രേക്കറിന് അടുത്ത വർഷം മുതൽ കിട്ടുക എന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ബ്രോൺ ബ്രേക്കറിൻ്റെ ഈ ഒരു മെഗാ പുഷിൽ അദ്ദേഹം വേൾഡ് ചാമ്പ്യൻ ആയാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. അതിനുള്ള ഒരു ലുക്ക്, അതിനുള്ള ഒരു സ്പീഡ്, അതിനുള്ള ഒരു കരിസ്മ, ഇതെല്ലാം താരത്തിന് ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്ര വലിയൊരു മെഗാ പുഷ് ബ്രോൺ ബ്രേക്കറിന് അടുത്ത വർഷം തൊട്ട് കൊടുക്കാൻ ഡബ്ല്യു ഹയർ ഒഫീഷ്യൽസ് നിലവിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് കൊടുത്തത് റസൽ വോട്ട്സ് ആണ്. കൂടാതെ ഫൈറ്റ്ഫുൾ സെലക്റ്റും ഡബ്ല്യു മാനേജ്മെൻറ്റിന് ബ്രോൺ ബ്രേക്കറിൻ്റെ നിലവിലെ ക്യാരക്ടറും അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ബ്രോൺ ബ്രേക്കറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സുവർണ്ണ കാലമാണ് ഇനി വരാൻ പോകുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡബ്ല്യുയുടെ മുൻ ഓണറായിരുന്ന വിൻസ് മിക്മാനെ ഡബ്ല്യുയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോലും ഇനി കാലുകുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന വാർത്തയുടെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. മുൻപ് ഡബ്ല്യുയിൽ കുറേയധികം വർഷം തുടർച്ചയായി ഡബ്ല്യുയുടെ പ്രൊഡക്ഷൻ ടീമിലെ അംഗമായിരുന്ന ഒരു എംപ്ലോയി ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂയിലൂടെയാണ് ഈ ഒരു അഭിപ്രായം പുറത്തേക്ക് കൊടുക്കുന്നത്. അതിനുശേഷമാണ് റസ്ലിംഗ് ലോകം ഈ ഒരു വാർത്ത വളരെ ഞെട്ടലോടുകൂടി സ്വീകരിച്ചത്. വിൻസ് മിക്മാൻ്റെ ഐഡിയ പ്രകാരം ഹെഡ് ക്വാർട്ടേഴ്സിൽ വിൻസ് മിക്മാന് വേണ്ടി മാത്രം തയ്യാറാക്കിയ ജിമ്മിൽ വിൻസ് മിക്മാനെ ഇനി പ്രവേശിക്കാൻ അനുമതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റാണ് ഈ ഒരു എംപ്ലോയി പങ്കുവച്ചത്. കൂടാതെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോലും വിൻസ് മിക്മാന് കാലുകുത്താൻ യാതൊരുവിധ ഇടവും നൽകരുത് എന്നുള്ളതും TKO മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ട് എന്നുള്ളതും ഈ ഒരു എംപ്ലോയി വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ വിൻസ് മിക്മാൻ്റെ ഇനി പേര് പോലും ഡബ്ല്യുയുടെ സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായി ഒരിക്കലും അവർ മെൻഷൻ ചെയ്യില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം വിൻസ് മിക്മാൻ നേരിടാനുള്ള ഒരു കാരണം വിൻസ് മിക്മാനെ എതിരെ വന്ന ലൈംഗികപരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ആ ഒരു ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ, വിൻസ് മിക്മാൻ കുറ്റക്കാരനാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ആരോപണങ്ങൾ വിൻസ് മിക്മാനെതിരെ വന്നത് അത് ഡബ്ല്യുയുടെ ഗുഡ്വില്ലിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡബ്ല്യുയുടെ പ്രശസ്തി കോട്ടം പറ്റുന്ന ഏത് വ്യക്തിയായാലും അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഡബ്ല്യുയുടെ നയം എന്ന് പറയുന്നത്. മുൻപ് വിൻസ് മിക്മാനെ ഡബ്ല്യു ഭരിച്ചപ്പോഴും ആ ഒരു നയം തന്നെയായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത് വിൻസ് മിക്മാനെ കർമ്മ പോലെ ഇപ്പോൾ തിരിച്ചടിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് TNAയുടെ നോക്കൌട്ട്സ് ചാമ്പ്യനായ ജോർദിയൻ ഗ്രേസ് TNAയുടെ അടുത്ത സ്പെഷ്യൽ ഇവൻ്റായ എഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ ഇവൻറ്റിൽ ഒരു ഓപ്പൺ ചലഞ്ച് വെക്കാൻ പോകുന്നു എന്നുള്ളൊരു അപ്ഡേറ്റിനെ സംബന്ധിച്ചാണ്. ഓൾറെഡി ഈ തിങ്കളാഴ്ച നടക്കുന്ന NXTയുടെ ബാറ്റിൽ ഗ്രൗണ്ട് 2024 നിലവിലെ NXTയുടെ വുമൻസ് ചാമ്പ്യനായ റോക്സിനി പെരസിനെ TNAയുടെ നോക്കൌട്ട്സ് ചാമ്പ്യനായ ജോർദിയൻ ഗ്രേസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെയാണ് ജോർദൻ ഗ്രേസ് ലൈവ് ഷോയിൽ ഒരു ഓപ്പൺ ചലഞ്ച് TNAയുടെ
വീക്ക്ലി ലൈവ് ഷോയിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ WWE ഏതെങ്കിലും ഒരു താരത്തിൻ്റെ ഒരു സർപ്രൈസ് എൻട്രിയും അവിടെ WWE താരം പോയി TNAയിൽ പോയി ഒരു സ്റ്റോറി ലൈൻ ചെയ്യുന്നതും കാണാൻ സാധിച്ചേക്കാം എന്നുള്ളൊരു റൂമറുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മിക്കവാറും അത് വെറ്ററൻ റെസ്ലറായ നഡാലിയ ആയിരിക്കും എന്നുള്ളതും അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജോർദിയൻ ഗ്രേസ് വേഴ്സസ് റോക്സിനി പെരസ് തമ്മിൽ നടക്കാൻ പോകുന്ന ഈ ഒരു ബാറ്റിൽ ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ അതിൽ റോക്സിനി പെരസിന് തന്നെയാണ് വിജയസാധ്യത കൂടുതലുള്ളത്. പക്ഷേ ജോർദിയൻ ഗ്രേസ് എന്ന TNA നോക്കൗട്ട്സ് ചാമ്പ്യനെ എങ്ങനെ പരാജയപ്പെടുത്തും എന്നുള്ളതും വലിയൊരു സംശയമാണ്. എന്തായാലും ഈ ഓപ്പൺ ചലഞ്ച് കൂടി ജോർദിയൻ ഗ്രേസ് പ്രഖ്യാപിക്കുന്നത് അത് WWE-യും TNA-യും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇനിയും മാസങ്ങളോളം തുടർന്നു കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടി നൽകുകയാണ്. 4ാമത്തെ അപ്ഡേറ്റ്, ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതിയ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. റോ വീക്ക്ലി എപ്പിസോഡിലൂടെ കൺഫേം ചെയ്ത മത്സരത്തിൽ നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ സാമി സെയിൻ വേഴ്സസ് ജാഡ് ഗേബിൾ തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുള്ളത്. 5ാമത്തെ അപ്ഡേറ്റ്, നിലവിൽ റോ ബ്രാൻഡിൽ വലിയ പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ജാഡ് ഗേബിൾ എന്ന ആൽഫ അക്കാദമി ഫാക്ഷന്റെ ലീഡറായ താരത്തിന്റെ കോൺട്രാക്റ്റ് അപ്ഡേറ്റ് ആണ്. ജാഡ് ഗേബിളിൻ്റെ WWE-യുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഈ മാസത്തോടു കൂടി അവസാനിക്കാൻ പോകുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. WWE ഒരു വമ്പൻ കോൺട്രാക്റ്റ് ജാഡ് ഗേബിളിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ഇതുവരെ ലഭിച്ച അപ്ഡേറ്റ്സ്. എന്നാൽ റെസ്ലിംഗ് ഒബ്സർവർ ന്യൂസ് ലെറ്റർ റിപ്പോർട്ടിൽ ഡെയ്വ് മെൽസർ റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ചാണെങ്കിൽ ജാഡ് ഗേബിളിനെ AEW കൂടാരത്തിലേക്ക് എത്തിക്കാൻ ടോണി ഗാനി ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്നും നല്ലൊരു ഓഫർ ജാഡ് ഗേബിളിൻ്റെ മുന്നിലേക്ക് ടോണി ഗാൻ ചിലപ്പോൾ വെച്ചേക്കാം എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ടുകളെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് വെബ്സൈറ്റുകളും ഈ ഒരു റിപ്പോർട്ടിനെ പിന്തുണക്കുന്നതാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ജാഡ് ഗേബിൾ WWE-യിൽ തുടരാനാണോ AEW-യിലേക്ക് കൂടുമാറ്റാൻ സാധ്യത ഉണ്ടോ എന്നുള്ളൊരു സംശയം നിലവിൽ റെസ്ലിംഗ് ലോകത്ത് ഉടലെടുത്തിട്ടുണ്ട്. എന്നാൽ നിലവിൽ റോ ബ്രാൻഡിൽ ജാഡ് ഗേബിളിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രസൻറ്റേഷൻ, ജാഡ് ഗേബിളിന് കിട്ടുന്ന ആ ഒരു പ്രയോറിറ്റി, അതെല്ലാം ജാഡ് ഗേബിൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ WWE-യിൽ തന്നെ ഒരു ലോങ് ടേം ഡീൽ സൈൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും താരം താല്പര്യപ്പെടുക. കാരണം ജാഡ് ഗേബിളിന് ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം കാത്തിരിക്കുന്നുണ്ട്. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ള ഒരു വഴിയും WWE-യിൽ തുറന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ജാഡ് ഗേബിൾ WWE-യിൽ തന്നെ തുടരും. പക്ഷേ AEW ഇത്ര വലിയൊരു ഓഫർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജാഡ് ഗേബിൾ എന്ന് പറയുന്ന റെസ്ലറുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് റെസ്ലിംഗ് മാർക്കറ്റിൽ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പോയിൻ്റാണ്. ഒരിക്കലും WWE ജാഡ് ഗേബിളിനെ മറ്റൊരു റെസ്ലിംഗ് കമ്പനിയിലേക്ക് വിട്ടുകളയാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനമായി പങ്കുവെക്കാനുള്ളത്, ഈ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന NXTയുടെ ബാറ്റിൽ ഗ്രൗണ്ട് 2024 എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ UFC ഫൈറ്റേഴ്സിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് നിലവിൽ പുറത്തേക്ക് വരുന്ന അത്തരത്തിലുള്ള വാർത്തകളെ സംബന്ധിച്ചാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിറകിലെ സത്യാവസ്ഥ എന്ന് നോക്കുകയാണെങ്കിൽ, ബാറ്റിൽ ഗ്രൗണ്ട് 2024 എന്ന NXTയുടെ പ്രീമിയം ലൈവ് ഇവൻറ്റ് നടക്കുന്നത് UFCയുടെ അപ്പെക്സ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ്. അപ്പോൾ UFCയുടെ ചില ഇവൻറ്റ്സ് അപ്പെക്സ് എന്ന് പറയുന്ന ഈ ഒരു എറീനയിൽ വെച്ചിട്ടാണ് UFC നടത്താറുള്ളത്. ഇപ്രാവശ്യം WWE-യുമായിട്ടുള്ള ഒരു കമ്പനി അവർ രൂപീകരിച്ചത് കൊണ്ട് തന്നെ UFC ഈ ഒരു വെന്യൂ WWE ഷോ നടത്താൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ WWE NXTയുടെ പ്രീമിയം ലൈവ് ഇവൻ്റാണ് അവിടെ അനൗൺസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഷോ നടക്കുന്നതിൻ്റെ ഇടയിൽ UFC ഫൈറ്റേഴ്സിൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റൊക്കെ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മത്സരങ്ങൾക്കിടയിൽ കാണിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ചിലപ്പോൾ ഫൈറ്റേഴ്സ് മറ്റ് റെസ്ലേഴ്സുമായി ഇൻട്രാക്ട് ചെയ്യുന്ന സെഗ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില വാക്ക് തർക്കങ്ങളിലേക്ക് എത്തുന്ന സെഗ്മെൻ്റ് ആയിരിക്കാം. അതല്ലെങ്കിൽ ഇനി ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലും UFC ഫൈറ്റേഴ്സ് ഈ ഷോയുടെ ബാക്ക് സ്റ്റേജിൽ ഉടനീളം ഉണ്ടായിരിക്കും എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈറ്റേഴ്സിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ അത് WWE വേഴ്സസ് UFC തമ്മിലുള്ള ഒരു മത്സരമോ അല്ലെങ്കിൽ സ്റ്റോറി ലൈനോ വരുന്നതിലേക്കും കാര്യങ്ങൾ എത്തിച്ചേക്കാം എന്നുള്ളൊരു രീതിയിലുള്ള ഒരു റൂമർ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഏറെക്കാലമായി റെസ്ലിംഗ് ആരാധകരും MMA ആരാധകരും കാത്തിരിക്കുന്ന UFC വേഴ്സസ് WWE തമ്മിലുള്ള ആ ഒരു ഫാൻറ്റസി മത്സരങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓൾറെഡി TKO എന്ന് പറയുന്ന കമ്പനിക്ക് കീഴിലുള്ള രണ്ട് വ്യത്യസ്ത കമ്പനികളാണ് UFCയും അതുപോലെ തന്നെ WWE-യും. അതുകൊണ്ട് തന്നെ ഇരു കമ്പനിയിലെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ള ഫൈറ്റേഴ്സ് അഥവാ റെസ്ലേഴ്സ് അവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സ്റ്റോറി വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഓൾറെഡി UFC ഫൈറ്റേഴ്സിനെ WWE-യിൽ പോയി വർക്ക് ചെയ്യുന്നതിൽ താല്പര്യമുണ്ട് എന്നുള്ളത് അവരുടെ പ്രസിഡൻ്റായ ഡാന വൈറ്റിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഡാന വൈറ്റിനും അതിനും പൂർണ്ണ സമ്മതമാണ്. കാരണം വിൻസ് മിക്മാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡാന വൈറ്റിനും അത്തരത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ്
അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ UFC ഫൈറ്റേഴ്സായ കോണർ മെഗ്രാഗർ, ജോൺ ജോൺസ്, അതുപോലെ തന്നെ ഇസ്ലാം മക്കാഷവ് അങ്ങനെ തുടങ്ങിയ താരങ്ങളുടെ ഒരു പ്രസൻസ് ഈ ഒരു ഷോയിൽ നമുക്ക് കാണാൻ സാധിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും UFC-യുടെ എറീനയിൽ വെച്ച് നടക്കാൻ പോകുന്ന NXT-യുടെ ബാറ്റിൽ ഗ്രൗണ്ട് 2024 എന്ന പ്രീമിയം ലൈവ് ഇവന്റിൽ ഓൾറെഡി TNA-യിൽ നിന്നുള്ള നോക്കൌട്ട്സ് ചാമ്പ്യനായ ജോർഡൻ ഗ്രേസിന്റെ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുന്നുണ്ട്. അതുകൂടാതെ UFC ഫൈറ്റേഴ്സിന്റെ ഒരു അപ്പിയറൻസും കൂടി സംഭവിച്ചാൽ കിടിലൻ പ്രീമിയം ലൈവ് ഇവന്റ് തന്നെ നമുക്ക് ഈ ഒരു തിങ്കളാഴ്ച കാണാൻ സാധിക്കും. കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന ദിവസങ്ങളിൽ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക.